എനിക്ക് വിക്കൊന്നുമില്ല, അവൾ കെറിവിച്ച് പറഞ്ഞു. അവന്റെ ചുണ്ടിൽ ആർക്കും കാണാൻ കഴിയാത്തൊരു പുഞ്ചിരി വിടർന്നു. ചിരി ഒളിപ്പിച്ച് ഗൗരവത്തോടെ അവനൊന്ന് മൂളി. ഈ പെണ്ണ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐസ് ക്യൂബ് എടുത്ത് ഒരു പാത്രത്തിലേക്കാക്കി. സാർ എന്ത് ചെയ്യുക? കിച്ചൺ സ്ലാബിൽ നിന്ന് ഊർന്നിറങ്ങി നിൽക്കുകയാണ് പെണ്ണ്. ഇരിക്കടി അവിടെ, ഇല്ലെങ്കിൽ ഈ ഐസ് ക്യൂബ്സ് വേറെ പലയിടത്തും ഞാൻ വെക്കും. അത് വേണോ? അവൻ കുറുമ്പോടെ അവളൊന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. വേണ്ട. പേടിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് പറഞ്ഞു. എന്നാ അവിടെ അടങ്ങിയിരുന്നോണം. അത് പറഞ്ഞവൻ അതിൽ നിന്ന് ഒരെണ്ണമെടുത്ത് ഹരിയടിച്ച കവളിൽ പതിയെ വെച്ചു കൊടുത്തു. അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. ഒരു തുള്ളി പുറത്തേക്ക് ഒഴുകാൻ നിന്നതും അവന്റെ ചുണ്ടുകൾ അവയെ തടഞ്ഞുകൊണ്ട് തന്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. പിന്നെ ഒന്നും അറിയാത്ത പോലെ ഐസ് ക്യൂബ് വെച്ചു കൊടുക്കുകയാണ് ചെക്കൻ. ശ്രീ വാ തുറന്നുപോയി അവന്റെ പുതിയ ഭാവത്തിൽ. വാ അടച്ചു വെക്കടി. ചെക്കൻ ഒരാട്ടങ്ങ് കൊടുത്തു. ആ ശരി. കിളിപോയ പെണ്ണ് അവൾ പോലും അറിയാതെ വായി നിന്ന് വീണു. ജെ തലയ്ക്ക് കൈ കൊടുത്തുപോയി. എന്റെ ദൈവമേ. കുറച്ചു നേരം അങ്ങനെ വെച്ചു കൊടുത്തു. കല്ലിച്ച ഭാഗത്ത് കുറച്ച് ആശ്വാസം തോന്നി അവൾക്ക്. അതുപോലെ ജെ തന്നോട് ഇങ്ങനെയൊക്കെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നം പോലെ തോന്നി അവൾക്ക് ആ നിമിഷം. കുറച്ചു സമയം അങ്ങനെ വെച്ചു കൊടുത്തു. മുഖത്തെ വിരൽപ്പാട് കുറച്ച് കുറഞ്ഞതുപോലെ. വേദനയ്ക്ക് നല്ല ആശ്വാസം തോന്നി അവൾക്ക്. എല്ലാം കഴിഞ്ഞവൻ പാത്രം എല്ലാം മാറ്റി കഴുകി വെച്ചു. സർ, ഞാൻ ചെയ്തോളാം. അതിന് കത്തുന്ന ഒരു നോട്ടമാണ് മറുപടി കിട്ടിയേ. എല്ലാം കഴിഞ്ഞ് വീണ്ടും അവൾക്കരികിലായി വന്നു നിന്നവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പ്രണയത്തോടെ. ഇത്രയും വർഷം കാത്തിരുന്ന പെണ്ണ്. കൺമുമ്പിൽ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരു വേള അവന്റെ മുഖം അവളിൽ ആകമാനം ഓടി നടന്നുപോയി. അന്നത്തെ കൊച്ചു പെണ്ണിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവന്റെ കൊത്തി വലിക്കുന്ന നോട്ടം അവൾ ആകെ വിയർത്തുപോയി. അതിന്റെ ഫലം എന്നോളം മേൽചുണ്ട് വിയർപ്പ് തുള്ളികളാൽ നിറഞ്ഞു. പൂവിൽ മഞ്ഞു തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ അവന് തോന്നിപ്പോയി. അവന്റെ നോട്ടത്തിൽ ആ കൊച്ചു പെണ്ണാകെ വിയർത്തുപോയി. ചെന്നിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകി കഴുത്തിലൂടെ മാറിയിടുക്കിലേക്ക് ഒളിക്കാൻ തുടങ്ങിയതും ആ നിമിഷം അവന്റെ മുഖം കഴുത്തിടുക്കിലേക്ക് അമർന്നു. ആ! സ്ത്രീയിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വന്നു. അത് അവന്റെ പ്രവൃത്തിയെ തുടരാൻ പാകത്തിനുള്ളതായിരുന്നു. അവൻ ആ വിയർപ്പ് തുള്ളികളെ നാവിലാൻ തൊട്ടുണർത്തി. അവന് വേറൊരു ലോകത്ത് എത്തിയ പോലെ തോന്നിപ്പോയി. അവൾ തന്നെ തടയുന്നില്ല. അത് അവളിലെ ആവേശം കൂട്ടാൻ പറ്റുന്നതായിരുന്നു. അവൻ അതേ ആവേശത്തോടെ അവളിലെ വിയർപ്പിനെ ചുണ്ടും നാവും കൊണ്ട് നുണഞ്ഞെടുത്തു. അവന്റെ ചുണ്ടുകളും നാവും അവളുടെ കഴുത്തിൽ അകമാനം ഓടി നടന്നു. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ എന്തോ കണ്ടെന്ന് തിളങ്ങി. അവളുടെ കഴുത്തിനും തൊണ്ടക്കുഴിക്കും ഇടയിലായി ഒരു പൊട്ടുപോലുള്ള മറുക്. അവൻ അവിടേക്ക് മുഖം ചേർത്തു. അവിടെ നുണഞ്ഞുകൊണ്ട് അമർത്തി ഒന്ന് കടിച്ചു നുണഞ്ഞു. സ്ത്രീയിൽ നിന്നും ഒരു ആർത്തനാദം പുറത്തേക്ക് വന്നു. അത് അവന്റെ പുരുഷനെ ഉണർത്താൻ പാകത്തിനുള്ളതായിരുന്നു. കുറെ സമയം അവന്റെ ചുണ്ടുനാവും അവളുടെ കഴുത്തിൽ ഓടി നടന്നു. അവളുടെ ഇടുപ്പിലിരുന്ന അവന്റെ കൈ ഇടുപ്പിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു. ചുംബന തീവ്രതയിൽ അവന്റെ കൈകൾ അവളുടെ മാറിനെ തലോടി. സ്ത്രീ ഞെട്ടിയൊന്ന് വിറച്ചുപോയി. ഭാരമില്ലാത്ത ഒരു അപ്പൂപ്പൻ താടിയെ പോലെ കണ്ണുകൾ മുകളിലേക്ക് ചലിച്ചുകൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. തള്ളിമാറ്റാൻ ബുദ്ധി പറയുമ്പോഴും അവൾ അവനെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. പഴയ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും അവനെ തള്ളിമാറ്റാൻ നോക്കിയതും അവന്റെ കൈ അവളുടെ മാറിൽ അമർന്നതും ഒരുമിച്ചായിരുന്നു. ചേട്ടാ! അവൻ ഞെട്ടിപ്പോയി. മുഖമുയർത്തി അവളെ നോക്കി. ഭദ്രേ. കണ്ണുകൾ അടിച്ച് തനിക്ക് വിധേയമായി നിൽക്കുന്ന തന്റെ പെണ്ണ്. ഹേയ് ഭദ്രെ, കണ്ണ് തുറന്നേ. എന്നെ ഒന്ന് നോക്കിയ പെണ്ണെ. ഇല്ലേ? അവനിൽ കുറുമ്പ്. അതേ കുറുമ്പോടെ താൻ നേരത്തെ അനുഭവിച്ചറിഞ്ഞ ആ മാറിന്റെ മൃദുലതയിലേക്ക് അവന്റെ കൈകൾ പിന്നെ അമരുക തന്നെ ചെയ്തു. അവൾ കണ്ണു തുറന്ന് കണ്ണ് കൂർപ്പിച്ച് അവനെ നോക്കി. അവൻ അവളെ പ്രണയത്തോടെ നോക്കി. തന്റെ മുന്നിൽ നാണത്തോടിരിക്കുന്ന തന്റെ കുഞ്ഞി പെണ്ണ്. അവൻ അവളോട് വാത്സല്യം തോന്നിപ്പോയി. പാവങ്ങളോട് ആഞ്ജനയ്ക്ക് എന്നും പുച്ഛം മാത്രമായിരുന്നു. സ്വന്തം വീട്ടുകാരോടല്ലാതെ വേറെ ആരോടും തനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഇല്ലായിരുന്നു. ആരോടും സഹതാപമില്ലായിരുന്നു. പക്ഷെ നിന്നോട് മാത്രം പൊന്നാ, ഞാൻ എന്നെ തന്നെ മറക്കുകയാ. നിന്നോട് എന്ത് തോന്നിയാലും എനിക്ക് അതൊക്കെ ചെയ്യാൻ തോന്നുക. പ്രണയം, വാത്സല്യം എല്ലാം തോന്നുക ഈ കുഞ്ഞു പെണ്ണിനോട് മാത്രം. അവൻ അവളുടെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി.
ആ നോട്ടം കണ്ട് അവൾ തലതാഴ്ത്തി പിടിച്ചു. അവൻ ഒരു കൈ കൊണ്ട് ആ മുഖമുയർത്തി ഇരു കൈകളും കവിളിൽ ലോക്ക് ചെയ്തു കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. പിടയ്ക്കുന്ന മിഴികളോടെ അവൾ അവനെ നോക്കി. എന്താ ഭദ്ര, നീ എന്നെ ഇപ്പൊ വിളിച്ചേ? അവളുടെ കവിളെ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു. അവളിൽ മറുപടി ഉണ്ടായില്ല. ആ കട്ടിച്ചുണ്ടുകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം തന്നെ അവന്റെ ചുണ്ടുകൾ ആ കട്ടിച്ചുണ്ടുകളെ കടിച്ചെടുത്ത് നുണഞ്ഞു കഴിഞ്ഞിരുന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം അവ കൂമ്പി അടഞ്ഞു. അവൻ ആ ചുണ്ടുകളെ ഒന്നാകെ നുണഞ്ഞെടുത്ത് ഒട്ടും വേദനിപ്പിക്കാതെ വളരെ പതുക്കെ ആ ചുണ്ടുകളെ തന്റേതാക്കി. പെട്ടെന്ന് അവളുടെ മനസ്സിൽ അവൻ തന്റെ താലി പൊട്ടിക്കാൻ പോകുന്നതും തന്നെ തല്ലിയതും തന്നെ വെറുപ്പാണെന്ന് പറഞ്ഞതും കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ വന്ന് താൻ അനുഭവിക്കേണ്ടി വന്ന വേദനകളും അപമാനവും എല്ലാം ഓർക്കെ അവളിൽ പരിഭവം നിറഞ്ഞു പൊങ്ങി. അവൾ ദേഷ്യത്തോടെ അവനെ സർവശക്തിയും ഉപയോഗിച്ച് തള്ളി മാറ്റി. ഭദ്രേ! തന്റെ ആദ്യ ചുംബന തടസ്സമാക്കിയ തന്റെ പെണ്ണിനോട് അവന് ദേഷ്യം വന്നു പോയി. നീ എന്താണ് ചെയ്തത്? അവൻ ദേഷ്യത്തോടെ മുരണ്ടു. വേണ്ട, എന്നെ തൊടണ്ട. ഇപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു എന്നോട് ഇത്രയും സ്നേഹം? എന്നെ അപമാനിച്ചിറക്കി വിട്ടല്ലേ? പട്ടിയെ പോലെ ആട്ടി ഓടിച്ചില്ലേ? എന്നിലെ സ്ത്രീ അപമാനിച്ചതല്ലേ നിങ്ങൾ? വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഞാനും നിങ്ങളുമായി ഇപ്പൊ എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവുമില്ല. എനിക്ക് നിങ്ങളുടെ അത്രയും പണമില്ല, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. എന്നെ തൊട്ടാൽ ആരും ചോദിക്കാനില്ലാത്തോണ്ടല്ലേ സാർ എന്നെ ഇങ്ങനെയൊക്കെ? ബാക്കി പറയാതെ അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി. എന്റെ വേഷം ഒന്നും സാറിന് ഇഷ്ടമല്ലല്ലോ, എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെന്തിന് എന്നോട് ഇങ്ങനെയൊക്കെ? അവൾ പൊട്ടിത്തെറിച്ചു പോയി. നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ ഒരു അവകാശമില്ല, അതുപോലെ എന്റെ ദേഹത്ത് തൊടാനുള്ള ഒരു അധികാരവും അവകാശവും നിങ്ങൾക്കില്ല. ഉള്ളിൽ നിറഞ്ഞു പൊങ്ങിയ പരിഭവം ദേഷ്യമായി മാറി. അവൻ തനിക്ക് തന്ന വേദനയും എല്ലാം അവളിലെ ദേഷ്യത്തിന്റെ ആക്കം കൂട്ടുന്നതായിരുന്നു. അവൾ പറഞ്ഞു നിർത്തി ശ്വാസം ആഞ്ഞു വലിച്ചു. ഇത്രയും നാൾ താൻ അനുഭവിച്ച വേദന അവള് ദേഷ്യമായി പുറത്തേക്ക് വന്നു. മുഖമുയർത്തി അവനെ നോക്കുമ്പോൾ കൈ ചുരുട്ടി പിടിച്ച് കണ്ണുകൾ അടച്ച് തന്റെ ദേഷ്യത്തെ അവൻ നിയന്ത്രിക്കുകയായിരുന്നു. അവന്റെ ദേഷ്യം കണ്ടിട്ടും അവൾ അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും തുടർന്നു. എനിക്ക് എന്ത് പറ്റിയാലും സാറിന് അത് ബാധിക്കില്ല. സാറിന് ഞാനൊരു ശല്യമല്ലേ? എന്നെ വിട്ടേക്ക്. ഒരു കൈയകലത്തിലായാണ് പെണ്ണിന്റെ നിൽപ്പ്. സാറെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും എന്നെ ഒരു മനുഷ്യനായി കാണാൻ പോലും കഴിഞ്ഞില്ല സാറിന്. എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാനുണ്ട് എന്നൊരു വാക്ക് അത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സാർ എന്നെ തനിച്ചാക്കി പോയ ദിവസം ഓർമ്മയുണ്ടോ? സാർ എനിക്ക് തന്ന ആ മുറി ഓർമ്മയുണ്ടോ? അന്ന് ആ ഇടിയോട് കൂടിയുള്ള മഴയിൽ ആ രാത്രിയിൽ കരണ്ട് പോലും ഇല്ലാതെ ഞാൻ ഒരുപാട് പേടിച്ചു പോയി സാർ. ഉറക്കെ കരഞ്ഞുപോയി. കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരും. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിലാണ് അവൾ ഇത്രയും സംസാരിച്ചത്. തന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തവന് മുന്നിൽ പ്രതികരിക്കാനായി അന്നാദ്യമായി അവൾ തനിക്ക് വേണ്ടി ശബ്ദമുയർത്തി. അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. താൻ ഇത്രയും ദുഷ്ടനായിരുന്നോ? അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവളെ സ്നേഹത്തോടെ താൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അവളുടെ കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ? എന്തിനേറെ അങ്ങനെ ഒരാൾ ആ വീട്ടിലുള്ളതായി ഭാവിച്ചിട്ടുണ്ടോ? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ അവളെ താൻ തേടി വന്നത്. പക്ഷേ പെണ്ണിന്റെ മുന്നിൽ ഇപ്പൊ ഇത് സമ്മതിച്ചു കൊടുക്കാനാകില്ല. അവൾ ഇനി അകന്നു പോകും. പിന്നെ അവളെ തിരികെ കൊണ്ടുപോകാൻ ഒരുപാട് പാടുപെടേണ്ടി വരും. അവൻ തീഷ്ണതയോടെ അവളെ നോക്കി. അവൾക്കരികിലേക്ക് നടന്നു. അവൾ നിന്നിടത്ത് നിന്ന് ഒന്ന് പുറകിലേക്ക് ആഞ്ഞു പോയി. അവന്റെ തീഷ്ണതയാർന്ന കണ്ണുകളിലേക്ക് അവൾക്ക് നോക്കാനായില്ല. ഭദ്ര കുറച്ചു നേരത്തെ എന്തോ പറഞ്ഞിരുന്നുവല്ലോ. എന്തായിരുന്നത്? അത് തന്നെ, ഞാനുമായി എന്താണ് ബന്ധം എന്നല്ലേ പറഞ്ഞേ? എനിക്ക് നിന്നിൽ അധികാരം ഒന്നുമില്ല ഭദ്രക്കുട്ടി. അവൻ അവളുടെ മുന്നിലായി നടന്നുകൊണ്ട് അവൾക്ക് ചുറ്റും വലം വെച്ചുകൊണ്ട് ആണ് ചോദ്യം. പറ ഭദ്രേ. ഓക്കെ, ബന്ധമൊന്നുമില്ല. പിന്നെന്തിന് ഈ താലി ഇപ്പോഴും ഈ കഴുത്തിലെങ്ങനെ ഇട്ടിരിക്കുന്നത്? പിന്നെ ആരും കാണാത്ത പോലെ എന്തിനീ സിന്ദൂരം? പറ ഭദ്രേ. നെറുകയിൽ വീണ് കിടക്കുന്ന മുടി മാറ്റിക്കൊണ്ട് സിന്ദൂരത്തിലേക്ക് തൊട്ടുകൊണ്ട് അവൻ ചോദിച്ചു. അത് മായ്ക്കല്ലേ? കണ്ണു നിറച്ചവൾ അവനോട് പറഞ്ഞു. എന്തുകൊണ്ട് ഭദ്രേ? എനിക്ക് നിന്നിൽ അവകാശമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ കിടക്കുന്നത് ശരിയാണോ? പിന്നെ ഈ താലി
അതിലേക്ക് പിടിക്കാനായി പോയപ്പോൾ ആ കൈ തട്ടി മാറ്റി അവൾ പുറകിലേക്ക് നീങ്ങി നിന്നു. ഭദ്രേ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്റെ ഭാഗം ന്യായീകരിക്കാൻ പോലും എനിക്ക് പറ്റില്ല. എന്റെ തെറ്റുകളെ തെറ്റായി കാണാനാണ് എനിക്കിഷ്ടം. അത് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭദ്രപ്പെണ്ണെ. സോ അന്ന് എന്റെ ഭാഗത്തുള്ള എല്ലാ തെറ്റിനും ഇന്ന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. സോറി ഭദ്രേ, നിന്നോട് അന്ന് ഞാൻ അങ്ങനെ ഒന്നും പാടില്ലായിരുന്നു. അവൾ അവനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. ഇയാളുടെ തലയ്ക്ക് ആരെങ്കിലും കൊട്ടുകൊടുത്തോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയി. പാവം ശ്രീ.